ഇന്ത്യൻ കാർ മാർക്കറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെയധികം ഫോറിൻ ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ട്. പല നാട്ടിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതും ഡിഫൻസിലുള്ളതുമായ വാഹനങ്ങൾ ഇന്ത്യയിൽ പല ബ്രാൻഡുകളും വിൽപ്പന നടത്തുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഡിഫൻസിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുമുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് നമ്മുടെ ഇന്ത്യൻ കാറുകൾ അവരുടെ പോലീസ് ഫോഴ്സിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ആദ്യത്തെ കൺട്രി എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ്. അവരുടെ പോലീസ് ഫോഴ്സിൽ നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം അവർ 60 കോടി രൂപ വിലയുള്ള ഓർഡർ ആയിരുന്നു നൽകിയിരുന്നത് മഹീന്ദ്ര സ്കോർപിയോയ്ക്ക്. സ്കോർപിയോയുടെ പെർഫോമൻസും മാത്രമല്ല ലോ കോസ്റ്റുമാണ് ഫിലിപ്പൈൻസ് അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മഹീന്ദ്ര സ്കോർപിയോയെ യൂസ് ചെയ്യാനുള്ള മുഖ്യമായ കാരണം. ഈ കൺട്രിയിൽ തന്നെ മഹീന്ദ്രയുടെ എൻഫോഴ്സർ എന്ന കാറിനെയും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മഹീന്ദ്ര ക്യാമ്പർ എന്ന പിക്കപ്പ് ട്രക്കിനെയാണ് മോഡിഫൈ ചെയ്തുകൊണ്ട് എൻഫോഴ്സർ എന്ന പേരിൽ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മഹീന്ദ്രയുടെ XUV 500. സൗത്ത് ആഫ്രിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ XUV 500 വളരെയധികം പേര് കേട്ടതാണ്. ലോഞ്ച് ചെയ്ത നാൾ മുതൽ ഇപ്പോൾ വരെയും ധാരാളം XUV 500 സൗത്ത് ആഫ്രിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ സാധിക്കും. ഇറ്റലി പോലീസ് ഫോഴ്സിൽ മഹീന്ദ്ര സ്കോർപിയോയുടെ പിക്കപ്പ് വെർഷനായിട്ടുള്ള ഗെറ്റവേ എന്ന കാറിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആ വാഹനം പെർഫോം ചെയ്തില്ലെങ്കിലും ഇറ്റലി അവരുടെ പോലീസ് സേനയിൽ ഈ കാറിനെ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റ സഫാരി. അൾജീരിയ കൺട്രിയിൽ അവരുടെ പോലീസ് ഫോഴ്സിൽ ടാറ്റ സഫാരി സ്ട്രോമിനെയാണ് യൂസ് ചെയ്യുന്നത്. എത്രയധികം മോഡേൺ ആയിട്ടുള്ള SUVs വന്നാലും ടാറ്റ സഫാരിയുടെ ലുക്ക് ഇപ്പോഴും അൺബീറ്റബിൾ എന്ന് തന്നെ പറയാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റയുടെ ഹെക്സ. നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ ബംഗ്ലാദേശിന്റെ പോലീസ് ഫോഴ്സിൽ ഈ ടാറ്റ ഹെക്സയെ യൂസ് ചെയ്തു വരുന്നു. വളരെ നല്ലൊരു കാറായിരുന്നിട്ട് കൂടി ഇന്ത്യയിൽ ഈ വാഹനം നന്നായി പെർഫോം ചെയ്തില്ല. റഗഡ് നേച്ചറും ലോ പ്രൈസും കാരണം ബംഗ്ലാദേശ് പോലീസ് ഫോഴ്സ് ഇപ്പോഴും ഈ വാഹനത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാറുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർ ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല മറ്റു കൺട്രികളുടെ പോലീസ് ഫോഴ്സിൽ യൂസ് ചെയ്തു വരുന്ന ഇതിൽ ഉൾപ്പെടുത്താത്ത നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യൻ നിർമ്മിത കാറുകൾ ഏതാണെന്ന് കൂടി കമന്റ് സെക്ഷനിൽ പറയുക. ഒരറിവും ചെറുതല്ല. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.